അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത കൊണ്ട് വിഷമിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരായിരിക്കും. എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നവരായിരിക്കും. ഇവർക്ക് വേണ്ടിയായിട്ടാണ് ഈ വീഡിയോ. റിസ്ക് വർദ്ധിക്കണമെന്നും കടങ്ങൾ വീട്ടണമെന്നും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം കടബാധ്യതയിൽ നിന്ന് മോചനം നേടാനും അള്ളാഹുവിനോട് സഹായം തേടാനും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ മനോഹരമായ ചില ദുആകളുണ്ട്. ഇവ വെറും വാക്കുകളായി ചൊല്ലുന്നതിനു പകരം അവയുടെ അർത്ഥം മനസ്സിലാക്കി പൂർണ്ണമായ വിശ്വാസത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, കടം തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദുആ ഏതാണ്? അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുവേ, നിന്റെ ഹലാൽ കൊണ്ട് എന്നെ ഹറാമിൽ നിന്ന് മതിയാക്കണമേ. നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്നെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്ത വിധം എന്നെ സമ്പന്നനാക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ദുആ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി ദുആ ചെയ്യുക. കടബാധ്യതയുള്ള ഒരാൾക്ക് എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത് എന്നറിയോ? ഹലാൽ മാർഗത്തിലൂടെ ലഭിക്കുന്ന റിസ്ക് കൊണ്ട് തന്നെ അള്ളാഹു നമ്മെ മതിയാക്കണമേ എന്നും മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരാത്ത അവസ്ഥ നൽകണമേ എന്നും നാം ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുആ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. രണ്ടാമത്തേത്, കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിപ്പിച്ച മറ്റൊരു ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വഅഊദു ബിക മിനൽ ഹജ്സി വൽ കസലി വഅഊദു ബിക മിൻ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ അലബത്തി ദൈനി വഖഹറിർ റിജാൽ. അല്ലാഹുവേ, വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. കഴിവില്ലായ്മയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. കടബാധ്യതയുടെ ഭാരത്തിൽ നിന്നും മനുഷ്യരുടെ അടിച്ചമർത്തലിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയെക്കുറിച്ച് പ്രത്യേക അള്ളാഹുവിനോട് അഭയം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് കടബാധ്യതയുള്ളവർ ഈ ദുആ അർത്ഥം മനസ്സിലാക്കി പതിവായി ചൊല്ലുകയും അതോടൊപ്പം കടം വീട്ടാനുള്ള ഹലാൽ മാർഗങ്ങൾ തേടുകയും ചെയ്യണം. ദുആ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ദിവസവും അത് പതിവാക്കുക. മൂന്നാമത്തേത്, റിസ്കിന് വേണ്ടി ഖുർആനിൽ വലിയൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സൂറത്തുൽ അത്തലാഖിൽ പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ ഒരു വഴിയുണ്ടാക്കി കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അവന് ഉപജീവനം നൽകുകയും ചെയ്യും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? റിസ്ക് തേടുമ്പോൾ ദുആ മാത്രം മതിയല്ല, തഖ്വയും വേണം. ഹലാൽ മാർഗത്തിൽ ജീവിക്കണം. ഹറാമായ സമ്പാദ്യം ഒഴിവാക്കണം. അള്ളാഹുവിൽ തവക്കുലും വെക്കണം. അതോടൊപ്പം ലഭ്യമായ ഹലാൽ മാർഗങ്ങളിലൂടെ പരിശ്രമിക്കുകയും വേണം. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇത്രയും ദുആ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നം മാറാത്തതെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നല്ലത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ കാത്തിരിക്കും. നമ്മൾ ക്ഷമിക്കണം, ക്ഷമ വേണം. അത് അള്ളാഹു നമുക്ക് നൽകും. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് മാറ്റിവെക്കാം, ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം ആഖിറത്തിലേക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതേ രീതിയിൽ തന്നെ നടക്കണേ എന്നതിനേക്കാൾ അള്ളാഹു എനിക്ക് ഏറ്റവും നീ നല്ലത് നൽകണമേ എന്ന്
മനസ്സോടെ ചോദിക്കണം. പിന്നെ ദുആയോടൊപ്പം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം തീരാൻ ദുആ ചെയ്യുന്നതിനോടൊപ്പം കടം വീട്ടാനുള്ള പരിശ്രമവും വേണം. ചെലവുകളെ നിയന്ത്രിക്കണം, ഹലാൽ വരുമാന മാർഗങ്ങൾ തേടണം, ആവശ്യത്തിനില്ലാത്ത കടങ്ങൾ ഒഴിവാക്കണം. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകാനുള്ള ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തണം. കാരണം തവക്കുൽ എന്നത് പരിശ്രമം ഉപേക്ഷിക്കുക എന്നതല്ല, അള്ളാഹുവിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ദുആ ചെയ്യാം. അള്ളാഹുവേ, കടബാധ്യതയുള്ള എല്ലാവരുടെയും കടങ്ങൾ ഹലാൽ മാർഗത്തിലൂടെ വീട്ടാൻ നീ സഹായിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഹലാലായ റിസ്കിൻ്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണമേ. ഞങ്ങൾക്ക് ഹലാൽ സമ്പാദിക്കാനും അതിൽ ബർക്കത്ത് ലഭിക്കാനും നീ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാത്ത വിധം നിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നീ സമ്പന്നരാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പമാക്കണമേ. ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഉദ്ദേശത്തോടെ ഷെയർ ചെയ്യുക. ഇത്തരം ഖുർആൻ ഹദീസ് അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾക്കായി സോറ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അള്ളാഹു നമ്മുടെ എല്ലാം കടങ്ങൾ വീട്ടാനും ഹലാലായ റിസ്കിൽ ബർക്കത്ത് നൽകാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.